കരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ തുലാമാസക്കാലം എത്തുമ്പോൾ നടക്കുന്ന കൂത്തുത്സവം ഒരുപക്ഷെ ഈ നാടിൻ്റെ മുഴുവൻ ഭക്തരുടെയും ഒരു ആചാരപരമായും പ്രാർത്ഥനാപരവുമായുള്ള ഒരു ഉത്സവമാണ്. സാധാരണ അവതരിപ്പിക്കുന്ന ഒരു കൂത്ത് എന്നതിനപ്പുറം ഒരുപാട് വിശ്വാസങ്ങൾ ഈ ഒരു ഉത്സവത്തിന് പിറകിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കരുവള്ളൂരിലെയും ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ഭക്തരുടെയും ഒരുപാട് പ്രാർത്ഥനകൾ ഈ കൂത്തുത്സവ കാലത്ത് നടക്കും. തുലാം സംക്രമം മുതൽ വൃശ്ചിക സംക്രമ ദിവസം വരെ എല്ലാ ദിവസവും കൂത്തുത്സവം നടക്കും. അതിലേറ്റവും പ്രധാനമായി നടക്കുന്ന രണ്ട് കൂത്തുകളാണ് മത്തവിലാസം കൂത്തും വിരുത്തിക്കൂത്തും. മത്തവിലാസം കൂത്ത് കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്രയും ആചാരപരമായി നടക്കുക. ബ്രഹ്മഹത്യാപാപം തീർക്കാനായി സത്യസോമൻ എന്ന ബ്രാഹ്മണൻ ശിവനെ തപസ് ചെയ്യുന്ന ഈ മത്തവിലാസം കൂത്ത് ആ കപാലി വേഷത്തിൽ രംഗത്തിലെത്തുന്ന ശിവന്റെ നൃത്തം കാണുന്നയാൾക്ക് അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. ഒരുപക്ഷെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാൻ വേണ്ടി മത്തവിലാസം കൂത്തുകാലത്ത് കരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ ഭക്തരെത്താറുണ്ട്. ഏറ്റവും പ്രധാനമായും മത്തവിലാസം കൂത്തിനെത്തുന്നത് സന്താനലബ്ധിക്കുള്ള പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം ഈ കൂത്തുത്സവ കാലത്ത് തങ്ങളുടെ പ്രാർത്ഥന സഫലമായതിൻ്റെ സന്തോഷം ദൈവവുമായി പങ്കിടാൻ വേണ്ടി എത്തുന്ന നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖങ്ങളാണ്. അത്രയും ആളുകൾ തൻ്റെ സന്താനലബ്ധിക്കായുള്ള പ്രാർത്ഥന സഫലമായതിനു ശേഷം ഇവിടെയുള്ള ഒരു പ്രത്യേകത, സഫലമായതിനു ശേഷം മത്തവിലാസം കൂത്ത് പ്രാർത്ഥനയായി കഴിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുക. ഒരു മത്തവിലാസം കൂത്ത് പൂർത്തിയാകണമെങ്കിൽ 3 ദിവസത്തെ അവതരണം കൊണ്ടാണ് പൂർത്തിയാവുക. 3-ാമത്തെ ദിവസമാണ് കപാലി വേഷം അരങ്ങിലെത്തുക. പൊക്കുണ്ടവും തൃശൂലവും ഒക്കെ ധരിച്ചുകൊണ്ട്, ചെക്കിപ്പും മാലകൾ ധരിച്ചുകൊണ്ട് കപാലി വേഷം അരങ്ങിലെത്തുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ 2 തവണ പുറപ്പാടും നിർവഹണവും നടക്കും. അതായത് ഈ കപാലി അരങ്ങിലെത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ 2-ാമത്തെ ദിവസം കപാലി അടുത്ത ദിവസം അരങ്ങിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തെ ദിവസത്തെ ആ നിർവഹണം അവസാനിക്കുക. അപ്പോൾ ഈ 2 ദിവസം, ആകെ 3 ദിവസം, 2 ദിവസം പകല് രാവിലെയുള്ള അവതരണവും നിർവഹണവും, അതിലും ഈ ഭക്തർ മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയായി എത്തിയ ആ ഭക്തർ അവരുടെ ആ ഒരു സാഫല്യത്തിൻ്റെ ഒപ്പം പങ്കെടുക്കുക എന്നുള്ളതാണ്. അവസാനം വളരെ സാഫല്യത്തോടുകൂടി തിരിച്ചു പോകുമ്പോൾ മറ്റ് എവിടെയുമില്ലാത്ത വിധം അവർക്ക് പ്രസാദമായി നൽകുക ഈ കപാലി വലങ്കൈയിലേന്തിയ തൃശൂലമാണ്. അത്രയും വലിയ വിശ്വാസമാണ് ഈ ഒരു മത്തവിലാസൻ കൂത്തിന് പിറകിലുള്ളത്. ഒരു വർഷത്തിൽ 22 കൂത്താണ് നടക്കുക. ഈ 22 കൂത്തുകളും ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥനയുടെ സഫലീകരണത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ സഫലമായതിൻ്റെ ഒരു ഇത് നമുക്ക് ഈ കൂത്തിൻ്റെ ഇതിൽ കാണാം. 2038 വർഷം വരെയുള്ള കൂത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു.